വണ്ടി ഷെവർലൈറ്റ് ക്രൂസ് ആണ്. ക്രൂസ് 2010 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ഹെവി ഒരു നോയ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആക്സിലേഷൻ വിടുമ്പോഴും ഗിയർ ലിറ്റർ ആക്സിലേഷൻ വിടുമ്പോഴും ഒരു കട്ട എന്നുള്ളൊരു അടി ഇതിനകത്ത് ഹെവി ആയിട്ട് വരുന്നുണ്ട്. അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഡ്യുവൽ മാസ് ഫ്ലൈ വീലിൽ നിന്നാണ് ആ സൗണ്ട് വരുന്നത്. ക്ലച്ചും ഭയങ്കര ഹാർഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് ഇറക്കണം. അതുപോലെ തന്നെ മൗണ്ട് പുഷുകൾ കംപ്ലീറ്റും ഇതിനകത്ത് പൊട്ടി. ഞാൻ ചെക്ക് ചെയ്താണ് ഇത് മൊത്തം ചെക്ക് ചെയ്തതിൽ മൗണ്ട് പുഷും ഫുള്ളായിട്ട് ഇതിനകത്ത് കട്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷനും ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് എഞ്ചിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും കാര്യങ്ങളെല്ലാം മാറണം. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കാര്യം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. സൗണ്ടൊന്ന് ഞാൻ കേൾപ്പിച്ച് തരാം. തുറക്കുമേ, ഇവന് തുറക്കും. ഓഫേ, വണ്ടി ഓഫേ, വണ്ടി ഓഫേ. സ്റ്റാർട്ട്. ഗിയർ ലിറ്റർ ക്ലച്ച് വിട്, ഗിയർ ലിറ്റർ ക്ലച്ച് വിടുന്ന്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടോ ഒരു അടി വരുന്നുണ്ടോ, കട്ടക്കന്ന്. ആ സൗണ്ടാണ് ഇതിനകത്ത് വരുന്നത്. കടാന്ന് വിട് അല്ലേ. റിവേഴ്സില് അല്ല, ഇത്രയും സൗണ്ട് ഇതിനകത്ത് ഗിയർ ബോക്സിനകത്തു നിന്നാണ് വരുന്നത്. ഫ്ലൈ വീലിൻ്റെ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അയച്ചിട്ട് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് പക്കയായിട്ട് ഞാൻ അതിനകത്ത് കാണിച്ചുതരാം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കിയെടുക്കാം ആദ്യം. പിന്നെ അതുപോലെ സസ്പെൻഷനും ചെറുതായിട്ട് നോയ്സ് ഉണ്ട്. ആ സസ്പെൻഷൻ സൗണ്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തെല്ലാം ഉണ്ടെന്നുണ്ട്. സസ്പെൻഷൻ ചിലപ്പോൾ തന്നെ കസ്റ്റമർ ചെയ്യുള്ളൂ. ബഡ്ജറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലച്ചും ഫ്ലൈ വീലും തന്നെ നല്ലൊരു എമൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ബാക്കിയുള്ള വർക്ക് എന്തായാലും ക്ലച്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും മൗണ്ടിൻ്റെയും നമുക്ക് എന്തായാലും ചെയ്യാം. ഇതിൻ്റെ ഗിയർ ബോക്സ് നമ്മൾ ഇറക്കിയിട്ടതിലുണ്ട്. അവസ്ഥ ഉണ്ടോ, ഫുള്ളായിട്ട് ക്ലച്ച് ഇതിൽ വന്ന് ഒരഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഫുള്ള് അതിൻ്റെ ഉള്ളിലുള്ള പ്ലേറ്റ് മൊത്തം തേഞ്ഞിട്ട് മൊത്തം തെറിച്ചിരിക്കുക. അതല്ല, ഫുള്ള് സ്റ്റക്കായിരിക്കണം. ഇതൊന്നും ചെറിയൊരു ഷെയ്ക്ക് വരണം ഇതിനകത്ത്. ഈ ഒരു ഡാമ്പിങ് പോലെ ഷോക്ക് എടുക്കണം. ഫുള്ള് സ്റ്റക്കായിരിക്കണം, കംപ്ലീറ്റും ബേണായി പോയിരിക്കണം മൊത്തത്തിൽ. അതുപോലെ തന്നെ ക്ലച്ച് സെറ്റും ഒട്ടും തന്നെ ഇല്ല. ക്ലച്ച് സെറ്റ് ഫുള്ളായിട്ട് ബേണായിരിക്കണം. അതല്ല, ഒന്നും തന്നെ ഇല്ല. നമ്മൾ എടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ലൂക്കിൻ്റെ സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലൂക്കിൻ്റെ ഫ്ലൈ വീൽ, ഡുവൽ മാസ് ഫ്ലൈ വീൽ അസംബ്ലിയാണ്. MRP ആണ്. MRP അല്ല, ഇതിനേക്കാളും എത്രയോ കുറവാണ് വില ഫ്ലൈ വീല്. അതുപോലെ ക്ലച്ച് നമ്മൾ ലൂക്കിൻ്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വാല്യൂയുടെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വാല്യൂയുടെ ക്ലച്ചാണ് എടുത്തിരിക്കുന്നത്. അതിന് റേറ്റ് നോക്കിയോളാം, 11,130. അതും കുറവായിരിക്കും. ഇതെല്ലാം വില നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നുള്ളത് നമുക്ക് മൗണ്ടാണ്. 2 മൗണ്ട് മാറ്റുന്നുണ്ട്. ഗിയർ ബോക്സിൻ്റെയും അതിൽ മറ്റേ റൈറ്റ് സൈഡിലെ മൗണ്ടും ഇതിനകത്ത് മാറ്റുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിക്കിടക്കാം. ഗിയർ ബോക്സ് മൗണ്ട് ഫുള്ളായിട്ട് പൊട്ടി ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഈ പീസ് പൊട്ടി പുറത്ത് പോയിരിക്കാം. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ സൗണ്ട് പൂർണ്ണമായിട്ടും വണ്ടിയിൽ നിന്ന് ഒഴിവാകും. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ റിലീസ് ബെയറിങ് നമ്മൾ SMR എന്ന് പറയുന്ന കമ്പനിയുടെയാണ് റിലീസിങ് ബെയറിങ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഗിയർ ബോക്സ് ലോഡ് ചെയ്യാം. ഇതിലിപ്പോൾ ഫ്ലൈ വീലും ക്ലച്ചും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സെൻറ്ററാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗിയർ ബോക്സ് ലോഡ് ചെയ്യണം ഇതിനകത്ത്. നമ്മുടെ ക്രൂസിൻ്റെ മെക്കാനിക്കൽ വർക്കും പെയിൻറ്റിങ് വർക്കും കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയൽ പക്കയായിട്ട് ക്ലീൻ ചെയ്യണം. ഇൻറ്റീരിയൽ അതുപോലെ ഡാഷ്, സീറ്റ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ അലോയൊക്കെ നമ്മളിപ്പോൾ പെയിൻറ്റ് മാറ്റി അടിച്ചതാണ് അതിനകത്ത്. പിന്നെ അതുപോലെ ഏകദേശം ടച്ചപ്പ് ഉണ്ടായിരുന്നു. ഒരുപാട് ഭാഗത്ത് ടച്ചപ്പ് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റും ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്കും ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പക്ക ആ സൗണ്ട് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ച് വിടുമ്പോൾ തന്നെ കട്ടക്ക അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പടപടാന്നുള്ളൊരു സൗണ്ടാണ് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് നമുക്ക് ക്ലച്ചും കാര്യങ്ങളും മാറ്റിയപ്പോൾ മൗണ്ട് മാറ്റിയപ്പോൾ കംപ്ലീറ്റും സോൾവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓയിൽ സർവീസ് ഉണ്ട്. ഓയിൽ സർവീസ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കസ്റ്റമർ പറഞ്ഞത് ഓയിൽ സർവീസും കൂടെ ചെയ്യണം എന്നുള്ളത്. ഇനിയിപ്പോൾ ഇൻറ്റീരിയർ ക്ലീനാണ് നമുക്ക് ചെയ്യാനുള്ളത്. കണ്ടില്ലേ,
ഇൻറ്റീരിയൽ കംപ്ലീറ്റ് അഴുക്കുക. അത് ടോപ്പൊക്കെ കണ്ടില്ലേ. ഇതിപ്പോൾ കമ്പനിയിൽ നിന്ന് വന്ന വണ്ടി. കമ്പനിയിൽ നിന്ന് കസ്റ്റമർ പറഞ്ഞത് കമ്പനിയിൽ സർവീസിന് കൊടുത്തതിന് ശേഷമാണ് നിങ്ങളുടെ ഇൻറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് അഴുക്കായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടല്ലോ. റൂഫിൽ കംപ്ലീറ്റും ഗ്രീസും കാര്യങ്ങളും ഓയിലും അതിൻ്റേതായിട്ടുള്ളൊരു ഇതാണ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. അതുപോലെ സീറ്റും കംപ്ലീറ്റും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് പക്ക ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇൻറ്റീരിയർ ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം. അത് ദിവസങ്ങളായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ചകളായത് നമുക്ക് ഉപയോഗിക്കാതെ വെച്ചപ്പോഴേക്കും പൂപ്പൽ പോലെ അങ്ങനെയും കയറിയിട്ടുണ്ട് ഇതിനകത്ത്, കണ്ടില്ലേ സീറ്റിലൊക്കെ. അപ്പോൾ അത് കംപ്ലീറ്റ് നമുക്ക് ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ഏകദേശം ഫിനിഷ് ആവും. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓയിൽ സർവീസും കാര്യങ്ങളും ചെയ്തതിന് ശേഷം എല്ലാ വർക്കും കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻറ്റീരിയർ ക്ലീനിങ്ങിന് കൊടുക്കാം. നമ്മുടെ ക്രൂസിൻ്റെ വർക്കെല്ലാം ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് സെറ്റ് മാറ്റി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഹെവി നോയ്സാണ്. നമ്മൾ ക്ലച്ച് ചവിട്ടാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും പടക്കെന്ന് പറഞ്ഞിട്ടുള്ള ഹെവി നോയ്സാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ മൗണ്ടും മാറ്റി, അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് അതിൻ്റെ ഫ്ലൈ വീൽ അടക്കം മാറ്റി. ഇതിൽ എപ്പോഴും നമ്മൾ ക്ലച്ച് സെറ്റ് മാറുമ്പോഴും ഫ്ലൈ വീലും കൂടെ മാറ്റണം, എന്നാൽ തന്നെ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഈ കൂടുതലായിട്ട് ഈ സൗണ്ട് വരുന്ന മൗണ്ടിൻ്റെ സൗണ്ടല്ല, ക്ലച്ച് ഫ്ലൈ വീലിൻ്റെ സൗണ്ടാണ് ഇതിനകത്ത്. നമ്മൾക്ക് ഇങ്ങനെ പടക്കെന്ന് പറഞ്ഞൊരു സൗണ്ട് ഇതിനകത്ത് വരും. നമ്മൾ വണ്ടി ഓഫ് ചെയ്യുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ സെയിം സൗണ്ട് വരും. പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഷോക്കിൻ്റെ മൗണ്ടിൻ്റെ സൗണ്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഷോക്കിൻ്റെ മൗണ്ടിൻ്റെ സൗണ്ട് അല്ല വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൈ വീലിൽ വരുന്ന ആ ഒരു സൗണ്ടാണ് കിടക്കുന്ന സൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം മാറിയതോട് കൂടിയിട്ട് ആ കംപ്ലീറ്റ് സൗണ്ട് ഇതിനകത്ത് കംപ്ലീറ്റ് അറസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളോ ഇല്ല. സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഓഫ് ചെയ്യുമ്പോഴാണെങ്കിൽ ശരി, അതുപോലെ വണ്ടി ഡ്രൈവ് ആണെങ്കിലും ശരി. വണ്ടി നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ ആക്സിലേഷൻ വിട്ട് കൊടുക്കുമ്പോഴൊക്കെ കടകടാന്ന് സൗണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ നോർമൽ സ്റ്റാർട്ടിംഗ് ആണ്, യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല, പക്ക സ്റ്റാർട്ടിങ് തന്നെയാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി വർക്കും പെയിൻറ്റിങ് വർക്കും കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീലൊക്കെ ഇതിനകത്ത് നേരത്തെ ബ്ലാക്ക് കളറിലായിരുന്നു ഇരുന്നത്. നമ്മളത് കളർ ടോൺ കസ്റ്റമറുടെ ആവശ്യപ്രകാരം അത് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിബറിലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ കസ്റ്റമർ ഏത് കളർ വേണോ ആ കളറാണ് പറഞ്ഞിരിക്കുന്നത് ചൂസ് ചെയ്യുക. ആ കളർ തന്നെ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോഡിയൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ പക്ക മോശമായിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളത് പക്ക ക്ലിയർ ചെയ്ത് പക്ക ഫിനിഷിങ്ങിൽ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ് ആണെന്നുണ്ടെങ്കിലും ബാക്കി ചെറിയ ടിങ്കർ വർക്കുകളുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് എല്ലാം നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കംപ്ലീറ്റും അഴുക്കായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചതുണ്ടായിരുന്നല്ലേ, ഇൻറ്റീരിയർ കംപ്ലീറ്റും ഫുള്ളായിട്ട് അഴുക്കായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ടോപ്പാണെന്നുണ്ടെങ്കിലും റൂഫ് കാര്യങ്ങൾ എല്ലാം ഇൻറ്റീരിയർ ക്ലീനിങ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡോർ പാഡും എല്ലാം നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ കൈ പിടിച്ച പാടുകളും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. പരമാവധി നമ്മളത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും പക്ക ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. കസ്റ്റമർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കസ്റ്റമറിനെ നേരത്തെ ഞാൻ വണ്ടി ഓടിപ്പിച്ചു. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലയിൻറ്റ് ഒരുപാട് വർക്ക്ഷോപ്പിലും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഈ കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും റെഡിയാകാതെ വന്നതാണ് കസ്റ്റമർ. തൃശ്ശൂരിൽ എറണാകുളത്ത് നിന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് കസ്റ്റമർ ഇപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് കസ്റ്റമർക്ക് തന്നെ നമുക്ക് നേരത്തെ ചോദിക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ഒന്ന് ഇതാണിപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഓണറാണ്. അപ്പോൾ ആൾ എറണാകുളത്തു നിന്നാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ വണ്ടി ഇപ്പോൾ വേറെ വർക്ക്ഷോപ്പിൽ കൊടുത്തു, അവിടെ നിന്ന് ശരിയാകാതെ എടുത്തിട്ട് വന്ന വണ്ടിയാണത്. അതുപോലെ മൊത്തത്തിൽ എല്ലാം കംപ്ലീറ്റും. അപ്പോൾ ഓടിച്ചു നോക്കില്ല ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഓടിച്ചതിൽ വണ്ടി സെക്കൻഡ് ഗിയർ വീഴില്ലായിരുന്നു. അതുപോലെ തന്നെ ക്ലച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടക്ക് ഏകദേശം ഈ കാളവണ്ടി പോകുന്ന പോലെ ആയിരുന്നു ഇയാളെ ഭാഷയെ പറഞ്ഞത്. അത് എല്ലാം മാറി, വണ്ടിയുടെ നോയ്സ് കാര്യങ്ങളെല്ലാം മാറി. പിന്നെ സസ്പെൻഷൻ മാത്രം നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് പെൻഡിങ് വെച്ചുകൊണ്ട് ആ സസ്പെൻഷൻ്റെ മാത്രം ഒരു ഇടികൊടുക്കുന്ന ശബ്ദമാണ്. ബാക്കി കംപ്ലീറ്റ് വണ്ടി പെർഫെക്റ്റായി, അതായത് ഷോറൂം കണ്ടീഷനാക്കി. ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ച് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക വണ്ടി കാണാൻ വേണ്ടി. കാരണം നമ്മൾ കാർ ഉപേക്ഷിച്ചിട്ടതാണ്. കാരണം ഷോറൂമിൽ ചെന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു കോപ്പറേഷൻ അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുവരെ. ലൈക്ക് ഷോറൂം കമ്പനി നിർത്തിപ്പോയതിന് ശേഷം അതുവരെ പക്കായിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞാൽ ഇതിപ്പോൾ അടുത്ത വർഷം പേപ്പർ തീർന്നു കഴിഞ്ഞാൽ അത് പൊളിക്കാമെന്നുള്ള മൈൻഡിൽ നമ്മൾ സ്റ്റാഫിന് കൊടുക്കാൻ നമ്മൾ ഹാപ്പിയായി. ഇനി വീണ്ടും വണ്ടിക്ക് പേപ്പർ ഫിറ്റ്നസ് എടുക്കണം എന്നുള്ള പ്ലാനിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ നോക്കാം.
എക്സ്പെൻസ് തന്നെ നല്ലോണം വരും. ക്ലച്ച് അതുപോലെ ഫ്ലൈ വീല് കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പെൻസാണ്. ഇതിപ്പോൾ നമ്മുടെ കസ്റ്റമർ ഇർഫാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി അവരുടെ വാപ്പ ഉപേക്ഷിച്ചതാണ്, വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടടക്കം നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അത് ചെയ്താൽ വൃത്തിയാവില്ല, നീ ചെയ്യണ്ട എന്ന് പറഞ്ഞ് വിട്ട വണ്ടിയാണ്. പക്ഷേ ഇർഫാൻ്റെ ഒരു നിർബന്ധപ്രകാരം നമ്മൾ പറഞ്ഞ ഗ്യാരണ്ടി പ്രകാരമാണ് ഇപ്പോൾ ഇതിനകത്ത് ഈ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ട് സസ്പെൻഷൻ നമ്മൾ ചെയ്യാതെ വിട്ടത്. അത് കസ്റ്റമർക്ക് ഡയറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ സസ്പെൻഷൻ സൗണ്ട് ഉണ്ട് എന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എമൗണ്ടിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇതായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ സസ്പെൻഷൻ വർക്ക് മാത്രം പെൻഡിങ് വെച്ചിരിക്കുന്നത്. അത് ഉടനെ തന്നെ ഒരു 1-2 മാസത്തിൽ തന്നെ അതും കൂടെ നമ്മൾ ഇതിനകത്ത് പക്കാ ക്ലിയർ ചെയ്യും. അപ്പം ഇനി ഈ വണ്ടിക്കകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രൂസ് എന്ന് പറയുമ്പോൾ ഓടിക്കുമ്പോൾ കിട്ടുന്നുള്ളൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സുഖമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പെർഫോമൻസാണ്. നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് തുള്ളി അങ്ങ് പോകും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്താഗതിയിലൂടെ ഈ വണ്ടി നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു 2 മാസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സസ്പെൻഷൻ വർക്കും കാര്യങ്ങളും കൂടെ നമുക്ക് ഇതിനകത്ത് ക്ലിയർ ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.